ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് നേരത്തെ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും എല്ലാം കാൽക്കുലേഷനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. റിട്ടേൺ എങ്ങനെയാണ് മെഷർ ചെയ്യുക, എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്ങനെ മെഷർ ചെയ്യും, ആക്ച്വൽ റിട്ടേൺ എങ്ങനെയാണ് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ റിസ്കിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷനെ കുറിച്ചും പഠിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റിസ്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ്. റിസ്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്കിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അത് ടോട്ടൽ റിസ്ക്കാണ് മെഷർ ചെയ്യുക. അപ്പോൾ പക്ഷെ നമുക്കറിയാം, നമ്മൾ നേരത്തെ റിസ്കിൻ്റെ ടൈപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി, റിസ്കിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സിസ്റ്റമാറ്റിക് റിസ്ക് എന്നും അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിൽ സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യാം. സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അല്ലേ. സിസ്റ്റത്തിൻ്റെ ഭാഗമായി, മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെയോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന കമ്പനികളുടെ മാനേജ്മെൻറ്റിന് കൺട്രോൾ ഇല്ലാത്ത പുറമെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന കുറേ റിസ്ക്കുകളെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മാർക്കറ്റ് റിസ്ക് തന്നെയാണ്. കാരണം സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് മാർക്കറ്റിലാണ്, സെക്യൂരിറ്റീസ് മാർക്കറ്റിലാണ് അല്ലേ. അവിടെയാണ് നമുക്ക് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും എല്ലാം വരുന്നത്. നമുക്കറിയാം, റിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ വേരി ചെയ്യാനുള്ള സാധ്യതയ്ക്കാണ് നമ്മൾ റിസ്ക് എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ലോസ് വരാനുള്ള സാധ്യതയ്ക്കാണ് നമ്മൾ റിസ്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആണ് റിസ്ക് പ്രധാനമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത് എന്നുകൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പ്രധാനമായും മാർക്കറ്റ് റിസ്ക് ആയിട്ട് പറയും. എങ്കിലും സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്കിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? മെഷർമെൻറ്റിനെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ മെഷർമെൻറ്റിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ബീറ്റ അല്ലേ. നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ് ബീറ്റ അല്ലേ. ബീറ്റ എന്ന് പറയുന്നത് എന്താ? സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ഒരു മെഷർമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ബീറ്റ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ മെഷർ ചെയ്യുന്നത് ഒരു കോഎഫിഷ്യൻ്റാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനുവേണ്ടി ബീറ്റ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് തരത്തിലുള്ള ഫോർമുലയാണ് ഉള്ളത്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സാണ് ഉള്ളത്. ഒന്ന് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയും. എന്താണ് ഈ കോറിലേഷൻ മെത്തേഡ്? സെക്യൂരിറ്റീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, ആ സെക്യൂരിറ്റീസ് എവിടെയാണോ നമ്മൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആ മാർക്കറ്റ്, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റിയുടെയും മാർക്കറ്റിൻ്റെയും റിട്ടേൺസ് തമ്മിലുള്ള ബന്ധം, കോറിലേഷൻ, ആ കോറിലേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബീറ്റ അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കണ്ടുപിടിക്കുകയാണെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ബീറ്റ കാൽക്കുലേഷൻ അണ്ടർ കോറിലേഷൻ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ബീറ്റ അണ്ടർ കോറിലേഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ബീറ്റ ഇവിടെ നമുക്കറിയാം, ബീറ്റയുടെ സിമ്പിൾ നമുക്കറിയാം അല്ലേ. ഞാനിവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബീറ്റയുടെ ഫോർമുലയാണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താ? ഈസ് ഈക്വൽ ടു RIM. എന്താണ് ഈ RIM എന്ന് പറയുന്നത്? എൻ്റെ നൊട്ടേഷൻ നമ്മൾ താഴെ നോക്കുന്നുണ്ട്, എങ്കിലും നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറയുകയാണ്. R എന്ന് പറയുന്നത് കോറിലേഷൻ്റെ നൊട്ടേഷനാണ്. IM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കോറിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആൻഡ് മാർക്കറ്റ് റിട്ടേൺ. സോ RIM സ്റ്റാൻഡ്സ് ഫോർ correlation coefficient of individual stock return and market return. ഓക്കെ, ദെൻ സിഗ്മ ഐ എന്നാണ് നെക്സ്റ്റ് വരുന്നത്. എന്താണ് ഈ സിഗ്മ ഐ എന്ന് പറയുന്നത്? നമുക്കറിയാൻ പറ്റും, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഐ കൊണ്ട് മീൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സിഗ്മ ഐ. എന്താണ് സിഗ്മ എം നെക്സ്റ്റ് വരുന്നത്? അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മാർക്കറ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ സ്റ്റോക്ക് റിട്ടേൺ ആൻഡ് മാർക്കറ്റ് റിട്ടേൺ. ഈ മൂന്ന് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു RIM ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു സിഗ്മ എം ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ എം സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എടുക്കേണ്ടത്
അതിൻ്റെ വേരിയൻസ് ആണ്. മാർക്കറ്റ് റിട്ടേണിൻ്റെ വേരിയൻസിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഇതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് എടുക്കുന്നത്. അപ്പോൾ സിഗ്മ എം സ്ക്വയർ മാർക്കറ്റ് റിട്ടേണിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആയിട്ട് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്കിനെ മെഷർ ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഒരു വാല്യൂവിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷനാണ് താഴെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി അത് കുറച്ചുകൂടെ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നോക്കുക, ഇവിടെ നമ്മൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 10 പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നടത്തുന്നത്. മിസ്റ്റർ എ കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ വൈ ലിമിറ്റഡ്, the correlation coefficient between the company's return and the return of the market is 0.935. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.935. നമുക്കറിയാം കോറിലേഷൻ്റെ വാല്യൂ എപ്പോഴെങ്ങനെയാണ് വരിക, +1 to -1, +1നും -1നും ഇടയിലായിരിക്കും എപ്പോഴും എന്ത് കോറിലേഷൻ കോഎഫിഷ്യന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ 0.935 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും, +1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആയില്ല, ഒരു ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു വാല്യൂ വരിക. അപ്പോൾ അത് ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷനുള്ള ഒരു കേസാണ് തന്നിരിക്കുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റിട്ടേൺ ഓൺ സ്റ്റോക്ക് ഈസ് 14.96 തന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റിട്ടേൺ ഓഫ് ദ മാർക്കറ്റ് ഈസ് 10.11 തന്നിട്ടുണ്ട്. ഇതൊക്കെ പെർസെൻറ്റേജ് രൂപത്തിലാണ് രണ്ടും തന്നിരിക്കുന്നത്, നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് ദി ബീറ്റ വാല്യൂ. ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എല്ലാ വേരിയബിൾസും തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ബീറ്റയുടെ മെഷർമെൻറ്റിന് കോറിലേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ സ്റ്റോക്ക് റിട്ടേൺ ആൻഡ് മാർക്കറ്റ് റിട്ടേൺ അതിവിടെ തന്നിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് റിട്ടേൺ അതും തന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത് ആവശ്യമുള്ളത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് റിട്ടേൺ അതും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മാത്രം മതി അല്ലേ. നമ്മുടെ ഫോർമുല എന്താണ് നമുക്കറിയാം, ബീറ്റ ഈക്വൽ ടു RIM ഇൻറ്റു സിഗ്മ I ഇൻറ്റു സിഗ്മ M ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ M സ്ക്വയർ. സോ ഇതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന ആൻസർ എത്രയാണ്, 1.384. സോ 1.384 എന്നാണ് ബീറ്റയുടെ വാല്യൂ. ഓക്കെ, ഇനി ബീറ്റയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യതകളെ കുറിച്ച് നോക്കാം. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ബീറ്റയുടെ വാല്യൂ വരിക, എങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവാം. നമുക്കൊരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ടെന്ന് വയ്ക്കുക അല്ലേ. അപ്പോൾ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സാധ്യത വരും, ഒന്നുകിൽ ന്യൂമറേറ്റർ വലുതായിരിക്കും, ഡിനോമിനേറ്റർ ചെറുതായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 1നേക്കാളും കൂടുതലായിരിക്കാം. സോ ബീറ്റയുടെ വാല്യൂ ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ 1 വരാം. സോ ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 ഒരു സിറ്റുവേഷനാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ, ന്യൂമറേറ്റർ ചെറുതായിരിക്കാം, ഡിനോമിനേറ്റർ വലുതായിരിക്കാം, വലിയ സംഖ്യ ആയിരിക്കാം. അപ്പോൾ കിട്ടാവുന്ന ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും കിട്ടുക, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു സിറ്റുവേഷൻ ബീറ്റയുടെ വാല്യൂ വരാനുള്ള സിറ്റുവേഷനാണ് ബീറ്റ ഈസ് ലെസ് ദാൻ 1. ചിലപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും തുല്യമായിട്ട് വരാം അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്തു പറയാം, ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഓക്കെ, ദെൻ വീണ്ടും ചില പോസിബിലിറ്റീസ് ഉണ്ട്. ചില സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ ചിലപ്പോൾ 0 ആയിട്ട് വരാം. ഓക്കെ, റെയർ ആയിട്ട് വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു റെയർ കേസായിട്ട് വരാവുന്ന വേറൊരു പോസിബിലിറ്റിയാണ് ബീറ്റ നെഗറ്റീവ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ നെഗറ്റീവ് ബീറ്റ എന്ന് പറയും. അപ്പോൾ എത്ര പോസിബിലിറ്റീസായി ബീറ്റ വരാൻ സാധ്യതയുള്ളത്, 5 എണ്ണമായി അല്ലേ. എന്തൊക്കെയാണത്, ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1, ബീറ്റ ഈസ് ലെസ് ദാൻ 1, ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബീറ്റ ഈസ് 0 ആൻഡ് നെഗറ്റീവ് ബീറ്റ. ഓക്കെ, ഇതിനെല്ലാം ചില സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1? ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ, അതിൽ വേരിയബിലിറ്റിയുടെ സാധ്യത വളരെ കൂടുതലാണെന്ന് അർത്ഥം, കുറച്ചുകൂടെ റിസ്കി ആണെന്ന് അർത്ഥം. അങ്ങനെയുള്ള സെക്യൂരിറ്റീസിൽ റിട്ടേണും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ റിസ്ക്കും കൂടുതലായിരിക്കും. എന്താണ് ഈ ബീറ്റയുടെ വാല്യൂ 1 കൊണ്ട് മീൻ ചെയ്യുന്നത്? ബീറ്റയുടെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്, നമ്മൾ മാർക്കറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, അതിൽ ഉണ്ടാക്കാവുന്ന റിട്ടേൺ, അതിൽ ഉണ്ടാവുന്ന ജനറൽ ആയിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 1%
മാറുകയാണെങ്കിൽ, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, വേരി ചെയ്യുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുകയോ നെഗറ്റീവായിട്ട് ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണിൽ എന്ത് സംഭവിക്കും എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ BTയുടെ വാല്യൂ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെൻ ദ മാർക്കറ്റ് റിട്ടേൺ increases or decreases by 1%, then what will be the percentage increase, or what will be the nature of increase or decrease to the stock return? അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് BTയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ BTയുടെ വാല്യൂ 1 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്യൂരിറ്റീസ് റിട്ടേൺ 1%, മാർക്കറ്റ് റിട്ടേൺ 1% വർദ്ധിച്ചാൽ സെക്യൂരിറ്റീസ് റിട്ടേൺ 1% വർദ്ധിക്കും. ഓക്കെ. അതുപോലെ തന്നെ മാർക്കറ്റ് റിട്ടേൺ 1% കുറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് റിട്ടേണും 1% കുറയും. അപ്പോൾ മാർക്കറ്റിൻ്റെ റിട്ടേണും സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണും പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇൻ ടാൻഡം, ഒരേപോലെ മൂവ് ചെയ്യുന്നു, ഇൻ പ്രപ്പോർഷനായിട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ വരുന്നതാണ് നമ്മൾ β = 1 എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേരിയബിലിറ്റി, മാർക്കറ്റിൻ്റെ വേരിയബിലിറ്റി, മാർക്കറ്റുമായിട്ട് വലിയ വേരിയബിലിറ്റി ഒന്നും വരില്ല. മാർക്കറ്റിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണിലും വരാം. അപ്പോൾ അവിടെ റിസ്ക് ഉണ്ട്, പക്ഷേ എങ്കിലും മാർക്കറ്റിനെ ആശ്രയിച്ചിട്ട് മാത്രമേ റിസ്ക് ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബീറ്റയുടെ വാല്യൂ 1 കൂടുതലായി ആണെങ്കിൽ എന്തായിരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? β > 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൻ്റെ റിട്ടേൺ 1% കൂടിയാൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? 1%-ത്തേക്കാളും കൂടാൻ സാധ്യതയുണ്ട്. സോ വെൻ മാർക്കറ്റ് റിട്ടേൺ ഇൻക്രീസസ് ബൈ 1%, then securities return will increase by more than 1%. അതാണ് β > 1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിവേഴ്സും സംഭവിക്കുക, അല്ലേ? എന്താ റിവേഴ്സ്? ചിലപ്പോൾ മാർക്കറ്റ് റിട്ടേൺ 1% കുറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റയുടെ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ അതും എത്ര കുറയാൻ സാധ്യതയുണ്ട്? 1%-ത്തേക്കാളും കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ് ബീറ്റ. ഓക്കെ. അതുപോലെ തന്നെയാണ് β > 1 കൊണ്ട് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും? മാർക്കറ്റിൻ്റെ റിട്ടേൺ 1% കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാലും സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണിൽ വരാവുന്ന വർധനവോ കുറവോ 1%-ത്തിൽ കുറവായിരിക്കും. അപ്പോൾ റിസ്ക് വളരെ കുറവാണെന്ന് അർത്ഥം. മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രെൻഡിൽ ചെറിയ വേരിയേഷൻ വരുന്നു. അതുകൊണ്ട് മാർക്കറ്റിൽ കുറഞ്ഞാലും സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ കുറയുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും, വലിയ കുറവ് വരില്ല, അതേ പ്രപ്പോർഷനിൽ കുറവ് വരില്ല. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ β > 1 എന്ന് പറയുമ്പോൾ അങ്ങനെ വരാവുന്ന സെക്യൂരിറ്റീസിനെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടെർമിനോളജിയിൽ വിളിക്കുന്ന പേര് അഗ്രസീവ് സ്റ്റോക്ക് അല്ലെങ്കിൽ അഗ്രസീവ് ഷെയർസ് എന്നാണ്. സോ β > 1 മീൻസ് അഗ്രസീവ് ഷെയർസ്. ഓക്കെ. ദെൻ β <1 എന്നുള്ള വരികയാണെങ്കിൽ അവിടെ റിസ്ക് കുറവായിരിക്കും, അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ വരാവുന്ന ചേഞ്ചസിനെ അല്ലെങ്കിൽ റിസ്കിനെ ഈ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള ചില സ്റ്റോക്കുകൾ ഉണ്ടാവും, ഷെയർസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഷെയർസിന് നമ്മൾ എന്ത് പറയുന്നു? ഡിഫെൻസീവ് ഷെയർസ് ഓർ ഡിഫെൻസീവ് സ്റ്റോക്ക്. ഓക്കെ. β = 1 എന്ന് തന്നെ ആവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? തന്നെ അങ്ങനെയുള്ള കമ്പനികളുടെ ഷെയർസിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ടെർമിനോളജി നമ്മൾ പറയുന്നത് ന്യൂട്രൽ ഷെയർസ്, ന്യൂട്രൽ സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള പോസിബിലിറ്റീസ്. നാലാമത്തെ എന്താണ്? ദെൻ β = 0. ദാറ്റ് മീൻസ് ദർ ഈസ് നോ മാർക്കറ്റ് റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് കമ്പനിയുടെ ഷെയർസിൽ എന്തില്ല? റിസ്ക് ഇല്ല. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? സ്റ്റോക്കിൻ്റെ റിട്ടേൺ മൂവ് ചെയ്യുന്നില്ല, കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ബീറ്റയുടെ വാല്യൂ എന്ത് കിട്ടുന്നത്? 0 ആയിട്ട് കിട്ടുക. കോറിലേഷൻ ചിലപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നില്ല? നമുക്ക് ബീറ്റയുടെ വാല്യൂ നമുക്ക് വരുന്നില്ല, അത് 0 ആയിട്ട് കിട്ടും. അപ്പോൾ നോ റിസ്ക്, നോ മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ നോ സിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് പറയാൻ പറ്റും. ബീറ്റ നെഗറ്റീവ് വാല്യൂ ബീറ്റ വരുന്നത് എപ്പോഴായിരിക്കും? മാർക്കറ്റ് റിട്ടേൺ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണോ അതിന് ഓപ്പോസിറ്റായിട്ട് സ്റ്റോക്കിൻ്റെ ബിഹേവിയർ വരുമ്പോഴാണ് എന്ത് വരിക? നെഗറ്റീവ് ബീറ്റ വരാനുള്ള സാധ്യത. അപ്പോൾ മാർക്കറ്റ് റിട്ടേൺ കൂടുമ്പോൾ സ്റ്റോക്കിൻ്റെ റിട്ടേൺ എന്ത് ചെയ്യും? കുറയും. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ റിട്ടേൺ കുറയുമ്പോൾ സ്റ്റോക്കിൻ്റെ റിട്ടേൺ എന്ത് ചെയ്യും? കൂടും. ഇങ്ങനെ ഓപ്പോസിറ്റ് ബിഹേവിയറുള്ള ചില ഷെയർസ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഷെയർസിനായിരിക്കും എന്ത് വരിക? റെയറായിട്ട് നെഗറ്റീവ് ബീറ്റ വരിക. ഇങ്ങനെ 5 പോസിബിലിറ്റീസാണ് ബീറ്റയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ബീറ്റ എന്താണ് നമ്മൾ നോക്കി. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് കോറിലേഷൻ മെത്തേഡാണ്,
രണ്ടാമത്തത് റിഗ്രഷൻ മെത്തേഡാണ്. എന്തൊക്കെയായിരുന്നു? കോറിലേഷൻ മെത്തേഡും റിഗ്രഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ബീറ്റയുടെ വാല്യൂ നമ്മൾ കോറിലേഷൻ മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നോക്കി. ഓക്കെ, അതിൻ്റെ കാൽക്കുലേഷൻസ് നമ്മളൊരു എക്സാമ്പിൾസും നോക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ബീറ്റയുടെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, മാർക്കറ്റിൻ്റെ റിസ്കിനെ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും എന്താ നോക്കിയത്? ഈ ബീറ്റയുടെ വാല്യൂ, കിട്ടുന്ന വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആൾട്ടർനേറ്റീവ്സിനെ, ഷെയർസിനെ നമുക്ക് എന്ത് പറയാം? അഗ്രസീവ് ഷെയർസ് എന്നോ അല്ലെങ്കിൽ ഡിഫെൻസീവ് ഷെയർസ് എന്നോ അതുപോലെ തന്നെ ന്യൂട്രൽ ഷെയർസ് എന്നോ ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഇതുപോലെ ബീറ്റ മെഷർ ചെയ്യുന്നതിനുള്ള വേറൊരു മെത്തേഡാണ് എന്ത്? റിഗ്രഷൻ മെത്തേഡ്. ആ റിഗ്രഷൻ മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഇവിടെ കോറിലേഷൻ മെത്തേഡിലുള്ള ഫോർമുല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബീറ്റ ഈസ് ഈക്വൽ ടു RIM അല്ലേ, ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 3 എണ്ണമാണ് അല്ലേ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ല, അല്ലെങ്കിൽ 3 തന്നിട്ടില്ല അല്ലേ. കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തന്നിട്ടില്ല, പകരം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റോക്കും തന്നിട്ടില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേണും തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. സോ മന്ത്ലി റിട്ടേൺ ഓഫ് ACC സ്റ്റോക്ക് ആൻഡ് BSE എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവിടെയുള്ള BSEയുടെ റിട്ടേണും അതുപോലെ തന്നെ ACCയുടെ സ്റ്റോക്ക്, ഇത് തമ്മിലുള്ള കോറിലേഷൻ കാൽക്കുലേഷൻ, എന്നിട്ട് ബീറ്റ മെഷർ ചെയ്യണം. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടില്ല? നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് തന്നിട്ടില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ 3 നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ബീറ്റയിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മന്ത് തന്നിട്ടുണ്ട്, 6 മാസത്തെ ഡാറ്റ തന്നിട്ടുണ്ട്, 6 മാസത്തെ ACCയുടെ റിട്ടേൺ ഇൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അതുപോലെ 6 മാസത്തെ BSEയുടെ റിട്ടേൺ ഇൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുക? നമുക്കറിയാം കോറിലേഷൻ്റെ ഫോർമുല അല്ലേ. എന്താണ് കോറിലേഷൻ്റെ ഫോർമുല? നിങ്ങൾ ഒരു പക്ഷേ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, BNSലോ അല്ലെങ്കിൽ QTയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണത്? R അല്ലെങ്കിൽ കോറിലേഷൻ ഈക്വൽ ടു N ഇൻറ്റു summation of XY minus within bracket sum of X into within bracket sum of Y whole divided by root of N into summation of X square minus sum of X whole square into then again root of N into sum of Y square minus sum of Y whole square. അപ്പോൾ ഇതാണ് നമ്മൾ ഫോർമുല, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്നും നമുക്ക് ഇത്രയും വേരിയബിൾസ് വേണം. എന്തൊക്കെ വേരിയബിൾസ് വേണം? N നമുക്കറിയാം. ഇവിടെ തന്നിരിക്കുന്ന നേരത്തെ പഴയ ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എത്രയുണ്ട്? 6 അല്ലേ ഒബ്സർവേഷൻസ്, 6 മന്ത്സിൻ്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 6 റിട്ടേൺ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് N എത്രയായിട്ട് എടുക്കാം? 6 ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ അടുത്ത വേണ്ടത് എന്താണ്? നമുക്ക് സം ഓഫ് XY വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? X ഉണ്ട്, Y ഉണ്ട്, XY ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ X സ്ക്വയർ ഉണ്ട്, Y സ്ക്വയർ ഉണ്ട്. ഇത്രയും ഡാറ്റ നമുക്ക് വേണം. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയെ, തന്നിരിക്കുന്ന റിട്ടേണിനെ, ACCയുടെയും BSEയുടെയും റിട്ടേണിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേബിൾ രൂപത്തിൽ ആദ്യം ഈ വാല്യൂസിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി, വാല്യൂസൊക്കെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ടേബിളിലേക്ക് മാറ്റണം. എന്തൊക്കെ കോളോണിൽ കൊടുക്കുക? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോളത്തിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളിങ്ങനെയുള്ള റിഗ്രഷൻ മെത്തേഡിലോ കോറിലേഷൻ മെത്തേഡിലോ ഇപ്രകാരം സ്റ്റോക്ക് റിട്ടേൺ അതുപോലെ തന്നെ മാർക്കറ്റ് റിട്ടേൺ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഗ്രഷൻ നമ്മൾ എടുക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വാല്യൂസ് വേറൊരു വാല്യൂവിനെ ഡിപ്പെൻഡബിൾ ആയിരിക്കും അല്ലേ. 2 തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, വേറൊന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. ഇവിടെ നമുക്കറിയാൻ പറ്റും മിക്കവാറും കമ്പനികളുടെ സ്റ്റോക്ക് റിട്ടേൺ, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് റിട്ടേൺ ഡിപ്പെൻഡബിളാണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. എന്തിനോട് ഡിപ്പെൻഡബിളാണ്? അത് മാർക്കറ്റ് റിട്ടേണുമായിട്ട് ഡിപ്പെൻഡബിളാണ്. അപ്പോൾ മാർക്കറ്റ് റിട്ടേൺ എന്തായിരിക്കും? മിക്കവാറും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴെന്താ?
മാർക്കറ്റ് റിട്ടേൺ ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴും എന്തായിരിക്കും? സ്റ്റോക്ക് റിട്ടേൺ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ് വേരിയബിൾ ആയിട്ട് എപ്പോഴും എടുക്കുന്നത് മാർക്കറ്റ് റിട്ടേൺ ആണ്. സോ എക്സ് വേരിയബിൾ വിൽ ബി ടേക്കൺ ആസ് മാർക്കറ്റ് റിട്ടേൺ. ഓക്കെ, സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് BSEയുടെ റിട്ടേണോ NSEയുടെ റിട്ടേണോ ഇങ്ങനെ തരാവുന്ന മാർക്കറ്റിൻ്റെ റിട്ടേൺ ആണ് നമ്മൾ എക്സ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വൈ വേരിയബിൾ എന്തായിരിക്കും? ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ റിട്ടേൺസിന് നമ്മൾ വൈ വേരിയബിൾ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ടേബിളിലേക്ക് വരാം. കാൽക്കുലേഷൻ ഓഫ് കോറിലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ACC റിട്ടേൺ വൈ ആയിട്ട് നമ്മൾ എടുത്തു, BSE ഇൻഡെക്സ് എക്സ് ആയിട്ട് എടുത്തു. ഇനി തിരിച്ചു എഴുതാം കേട്ടോ. ആദ്യം BSEയുടെ എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം? രണ്ടാമത് ACCയുടെ എഴുതാം, അല്ലെങ്കിൽ വൈ എഴുതാം. അപ്പോൾ ആദ്യം എക്സ് കൊടുത്തു, പിന്നെ വൈ കൊടുത്തു, അല്ലെങ്കിൽ ആദ്യം വൈ എഴുതുക, അല്ലെങ്കിൽ എക്സ് കൊടുക്കുക. നമുക്ക് ടോട്ടൽ മാത്രം എടുത്താൽ മതി. അതിൻ്റെ ഓരോന്ന് തന്നിരിക്കുന്ന വാല്യൂസ് 6 എഴുതി, എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നു? വൈയുടെ മൊത്തത്തിൽ ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ഇങ്ങനെ ടോട്ടൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ മൈനസ് റിട്ടേൺ ഉണ്ട്, നെഗറ്റീവ് റിട്ടേൺ ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യണം? പോസിറ്റീവ്സ് എല്ലാം ആഡ് ചെയ്ത ശേഷം അതിൽ നിന്ന് നെഗറ്റീവ് വാല്യൂ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് സം കിട്ടും. അപ്പോൾ സമ്മേഷൻ ഓഫ് വൈ കിട്ടി. എത്രയാണത്? 59.83. ദെൻ എക്സ് വേരിയബിൾ മാർക്കറ്റിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്ത് എഴുതി, അതെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 59.74. ഓക്കെ, അപ്പോൾ ഇത് സമ്മേഷൻ ഓഫ് എക്സ് ആയി. അപ്പോൾ സം ഓഫ് വൈ കിട്ടി, സം ഓഫ് എക്സ് കിട്ടി. നമുക്ക് അടുത്ത് വേണ്ട എന്താണ്? എക്സ് സ്ക്വയറും വേണം, വൈ സ്ക്വയറും വേണം. അപ്പോൾ വൈ സ്ക്വയറിനെ നമ്മൾ കണ്ടുപിടിച്ചു, വാല്യൂസ് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് വൈ സ്ക്വയറിൻ്റെ വാല്യൂസ്? ദാറ്റ് ഈസ് വൈയുടെ വാല്യൂ 8.53 ഇൻറ്റു 8.53. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണത്. ഇങ്ങനെ ഓരോ വൈ വേരിയബിൾസിൻ്റെയും വാല്യൂസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അങ്ങനെ വൈ സ്ക്വയർ എടുക്കും. അപ്പോൾ സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാം കൂടെ അത് ആഡ് ചെയ്തു. അപ്പോൾ 630.23 കിട്ടി. ദെൻ എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ എന്താ? എക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ 7.56 ഇൻറ്റു 7.56 അങ്ങനെ ഓരോന്നും താഴേക്ക് നമ്മൾ എടുത്ത് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് നമ്മൾ കോളത്തിൽ എഴുതി. അങ്ങനെ അതിൻ്റെ എല്ലാം സമ്മേഷൻ ടോട്ടൽ എടുത്തു അല്ലേ? കൂട്ടിയെടുത്തപ്പോൾ എത്ര കിട്ടി? 611.68. അപ്പോൾ സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആയി. അടുത്തത് നമ്മൾ എന്താ എടുക്കേണ്ടത്? എക്സ് വൈ ആണ്. അപ്പോൾ എക്സ് വൈ ഡാറ്റ എന്താ? എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും മൾട്ടിപ്ലൈഡ് വാല്യൂ അല്ലേ? പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എക്സ് വേരിയബിൾ ഉണ്ട്, വൈ വേരിയബിൾ ഉണ്ട്. ഇപ്പോൾ രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം കിട്ടുന്ന വാല്യൂസിന് ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 8.53 ഇൻറ്റു 7.56. അപ്പോൾ അതിൻ്റെ വാല്യൂ 64.49. ഇങ്ങനെ ഓരോ എക്സും വൈനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ വാല്യൂ എഴുതി. അതിൻ്റെ സമ്മേഷൻ താഴെ കൂട്ടിയെടുത്തപ്പോൾ എത്ര കിട്ടി? 606.76. ഇത് സമ്മേഷൻ ഓഫ് എക്സ് വൈ ആയി, സം ഓഫ് എക്സ് വൈ. ഇത്രയും ഡാറ്റ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഫോർമുലയിൽ അപ്ലൈ ചെയ്തു അല്ലേ? അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഇങ്ങനെയാണ് വരിക. ഓക്കെ, ദെൻ ഫോർമുല നമ്മൾ റെഡ്യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് വാല്യൂസ് എത്ര കിട്ടും? R ഈക്വൽ ടു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0.46. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത വാല്യൂ എന്താണ് വേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? നമുക്കറിയാൻ പറ്റും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് ദി ഡിഫറൻസ് ഓർ ഡീവിയേഷൻ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ദി വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കണം? നമുക്ക് രണ്ട് വാല്യൂസ് നമ്മൾ എടുക്കും അല്ലേ? ഒന്ന് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ഓരോന്നും എടുക്കുന്നു, അതുപോലെ തന്നെ എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിലുള്ള ഡീവിയേഷനാണ് എടുക്കുക. ഈ ഡീവിയേഷൻ നമ്മൾ ആദ്യം സ്ക്വയർ ചെയ്യുന്നു അല്ലേ? ദെൻ അതിനെന്ത് ചെയ്യുന്നു? എത്ര നമ്പർ ഉണ്ട് നോക്കിയിട്ട് നമ്പർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കിട്ടുന്നതാണ് വേരിയൻസ്. അതിന് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിനെന്ത് പറയും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ. ഇപ്പോൾ രണ്ടും വെവ്വേറെ നമ്മൾ കണ്ടുപിടിക്കണം, കാരണം രണ്ട് വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടില്ല അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം എന്ന് പറയുന്നതാണ് എക്സ് വേരിയബിളിൻ്റെ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം ഈക്വൽ ടു സിഗ്മ എം ഈക്വൽ ടു n ഇൻറ്റു റൂട്ട് ഓഫ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ഓക്കെ, ഇവിടെയുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ n എന്ന് പറയുന്നത് 6 ആണ്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 611.68 ആണ്, മൈനസ് അതുപോലെ തന്നെ സം ഓഫ് എക്സ് എന്ന് പറയുന്നത് 59.74 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്ന് പറയുന്നത് 6 ഇൻറ്റു 6 ദാറ്റ് ഈസ് 36. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂ എത്ര കിട്ടി? 1.68. സോ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റാണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത് എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് റിട്ടേൺ കണ്ടുപിടിക്കണം. ക്ലിയർ? സിഗ്മ ഐ. അതിന് നമ്മൾ എന്താ ഫോമുല ഉപയോഗിക്കുക? ഇവിടെ y വേരിയബിളാണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഫോമുല ചെറുതായിട്ടൊന്ന് മാറ്റുന്നു. എന്താണ് മാറ്റുന്നത്? n ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ y ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ഇവിടെയും വാല്യൂസ് ഒക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എന്ത് ചെയ്താൽ മാത്രം മതി? ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 2.37. ഓക്കെ, ഇപ്പോൾ രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി, കോറിലേഷൻ കോയിഫിഷ്യൻറ്റും നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ അണ്ടർ കോറിലേഷൻ മെത്തേഡ് ചെയ്യാം. എന്താണത്? ബീറ്റ ഈസ് ഈക്വൽ ടു RIM, that is correlation coefficient between individual stock return and market return into standard deviation of individual stock return into standard deviation of market return divided by standard deviation of market return square, that is variance. Okay, അപ്പോൾ ഇത്രയും ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.66, ബീറ്റ ഈസ് ലെസ് ദാൻ 1, ബീറ്റ ഈസ് ഈക്വൽ ടു 0.66 എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് beta when there is no information related to correlation coefficient, standard deviations, etc. Clear? അപ്പോൾ തന്നിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ റിട്ടേൺസും മാർക്കറ്റിൻ്റെ റിട്ടേൺസും മാത്രമാണെങ്കിൽ അതിൽ നിന്ന് ആദ്യം കോറിലേഷൻ കണ്ടുപിടിച്ച് ആ കോറിലേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസൊക്കെ അതിനാവശ്യമായിട്ടുള്ള വാല്യൂസൊക്കെ എടുത്ത ശേഷം കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അറൈവ് ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് രണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ സ്റ്റോക്ക് റിട്ടേണിൻ്റെയും മാർക്കറ്റിൻ്റെ റിട്ടേണിൻ്റെയും കണ്ടുപിടിച്ച ശേഷം ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഇതാണ് കോറിലേഷൻ മെത്തേഡ്. രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട് അല്ലേ, എന്താണത്? റിഗ്രഷൻ മെത്തേഡ് എന്നാണ് പറയാം. എന്താ റിഗ്രഷൻ നമുക്കറിയാം അല്ലേ. റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമായിട്ട് ചില ബന്ധമുണ്ട്. ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? റിഗ്രഷൻ. അപ്പോൾ റിഗ്രഷന് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അതിന് നമ്മൾ എന്ത് പറയുന്നു? എക്സ് എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, വൈ എപ്പോഴും എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് അങ്ങനെ പറയാം അല്ലേ. എ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ബി എന്ന് പറയുന്നത് ഒരു കോഎഫിഷ്യൻ്റ് വാല്യൂ ആണ്. ക്ലിയർ? ദെൻ എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. ഓക്കെ, ഇപ്പം ഇങ്ങനെ y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് പറയുന്നത് റിഗ്രഷൻ്റെ ഇക്വേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ റിഗ്രഷൻ മെത്തേഡിലൂടെ നമ്മൾ ബീറ്റ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരിക, എങ്ങനെയാണത് കണ്ടുപിടിക്കുക? ഓക്കെ, അപ്പോൾ ബീറ്റ അണ്ടർ റിഗ്രഷൻ മെത്തേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുല ഇതാണ്. എന്താ ഫോമുല? ബീറ്റ ഈസ് ഈക്വൽ ടു n ഇൻറ്റു സം ഓഫ് എക്സ് വൈ മൈനസ് സം ഓഫ് എക്സ് ഇൻറ്റു സം ഓഫ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബീറ്റയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ബീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വേറൊരു മെഷർമെൻ്റ് ആണെന്ത്? ആൽഫ. നമുക്കറിയാം എന്താണ് ഈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റ് ടോട്ടൽ റിസ്കിൽ നിന്നും മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ആയിട്ടുള്ള ബീറ്റ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താണോ കിട്ടുക അതിനെ പറയുന്ന പേരാണെന്ത്? ആൽഫ വാല്യൂ. അപ്പോൾ ആൽഫ വാല്യൂനെ നമ്മൾ വേറൊരു പേര് കൂടെ പറയാറുണ്ട്, റെസിഡ്യുവൽ റിസ്ക് എന്നാണ് പറയുക. എന്താ പറയുക? റെസിഡ്യുവൽ റിസ്ക് എന്നാണ് പറയുക. അപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് അഥവാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു വൈ ബാർ മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് ബാർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസൊക്കെ അപ്ലൈ ചെയ്തിട്ട് റെസിഡ്യുവൽ റിസ്ക് ആയിട്ടുള്ള ആൽഫയും കണ്ടുപിടിക്കാം. അപ്പോൾ ബീറ്റയും ആൽഫയും ഇത് റിഗ്രഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ റിഗ്രഷൻ മെത്തേഡിൽ നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റിഗ്രഷൻ മെത്തേഡിൽ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വേരിയബിൾസ് ഒക്കെ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? n വേണം. n നമ്മൾ നേരത്തെ നോക്കിയല്ലേ, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ എത്ര മാസത്തെയാണോ അല്ലെങ്കിൽ എത്ര വർഷത്തെയാണോ ഡാറ്റ തന്നിരിക്കണം അത് n ആയിട്ട് എടുക്കാം. സം ഓഫ് എക്സ് വൈ അല്ലേ, നമ്മൾ എക്സിന് എടുക്കണം, വൈന് എടുക്കണം, എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആ വാല്യൂസിൻ്റെ എല്ലാം ടോട്ടൽ എടുക്കുക. അപ്പോൾ അതാണ് സം ഓഫ് എക്സ് വൈ. ബട്ട് നേരത്തെ ചെയ്ത ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുപോലെ സം ഓഫ് എക്സ് വേണം, അപ്പോൾ എക്സിൻ്റെ മൊത്തത്തിൽ ടോട്ടൽ എടുക്കുക. ദെൻ വൈയുടെ മൊത്തത്തിൽ ടോട്ടൽ എടുക്കുക. അതുപോലെ തന്നെ സം ഓഫ് എക്സ് സ്ക്വയർ വേണം അല്ലേ, അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ
സം ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും വാല്യൂസ് ഉപയോഗിച്ച് ഇപ്പോൾ ടേബിൾ ഇവിടെയും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ മെത്തേഡിലും ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? എക്സ്, അതായത് മാർക്കറ്റ് റിട്ടേൺ എക്സ് ആയിട്ട് എടുക്കണം, സ്റ്റോക്ക് റിട്ടേണിന് വൈ ആയിട്ട് എടുക്കണം. ഓക്കെ, എക്സിൻ്റെ ടോട്ടൽ സമ്മേഷൻ കണ്ടുപിടിക്കണം, വൈയുടെ സമ്മേഷൻ കണ്ടുപിടിക്കണം, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എടുക്കണം. ക്ലിയർ? അതിൻ്റെ വാല്യൂസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എക്സ് വൈ കണ്ടുപിടിച്ചിട്ട് ഓരോന്നും കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ സമ്മേഷൻ എടുക്കണം. ഓക്കെ, ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റിഗ്രഷൻ മെത്തേഡിലെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലം നേരത്തെ നോക്കിയിരിക്കുന്ന അതേ ഇല്ലുസ്ട്രേഷൻസ് എടുക്കുകയാണെങ്കിൽ അല്ലേ, അവിടെ ACC സ്റ്റോക്കിൻ്റെയും BSEയുടെ റിട്ടേണിനെ സംബന്ധിച്ച് നമ്മളൊരു കണക്ക് ചെയ്തിരുന്നു അല്ലേ, കോറിലേഷൻ മെത്തേഡിൽ. അത് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിഗ്രഷൻ മെത്തേഡിലെ ബീറ്റ എങ്ങനെ വരും? റിഗ്രഷൻ മെത്തേഡിലെ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ n എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ 6 ഇൻറ്റു അല്ലേ എക്സ് വൈയുടെ വാല്യൂ എത്രയാണ്? സം ഓഫ് എക്സ് വൈ ഈക്വൽ ടു 606.76 ആണ്. അതിങ്ങനെ എടുത്തു അല്ലേ. അതുപോലെ തന്നെ മൈനസ് സം ഓഫ് എക്സ് എന്ന് പറയുന്നത് 59.74 ആണ്, ഇൻറ്റു സം ഓഫ് വൈ എന്ന് പറയുന്നത് 59.83 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 6 that is 6 ഇൻറ്റു അല്ലേ എക്സ് സ്ക്വയർ എത്രയാണ്? സം ഓഫ് എക്സ് സ്ക്വയർ 611.68 ആണ്. അപ്പോൾ അത് നമ്മൾ എടുത്തു. മൈനസ് എക്സിൻ്റെ വാല്യൂ സം ഓഫ് എക്സ് എത്രയായിരുന്നു? 59.74 ആണ്. അതിനെ സ്ക്വയർ ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് വരികയാണെങ്കിൽ 0.66 എന്ന് പറയും അല്ലേ. 0.66 തന്നെയാണ് നമ്മൾ നേരത്തെ കോറിലേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിച്ചപ്പോഴും കിട്ടിയത് അല്ലേ. റിഗ്രഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിച്ചപ്പോഴും എത്ര തന്നെയാണ് വാല്യൂ? ബീറ്റ 0.66 എന്ന് കിട്ടി. ഓക്കെ, ഇനി വൈ ബാർ ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വൈ ബാർ വേണം അല്ലേ. എന്താ വൈ ഒബ്സർവേഷൻസ്? വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണോ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണോ? ഡിപെൻഡൻറ്റ് വേരിയബിൾ, അതായത് സ്റ്റോക്ക് റിട്ടേൺസിനെ സംബന്ധിക്കുന്ന ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് വൈ. ആ വൈൻ്റെ ആവറേജ് അല്ലേ, അരിത്മെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് വൈയുടെ ടോട്ടൽ എടുത്ത ശേഷം ഡിവൈഡ് ബൈ നമ്പർ ചെയ്താൽ മതി അല്ലേ. സോ സം ഓഫ് വൈ ഡിവൈഡഡ് ബൈ എൻ, അപ്പോൾ നമുക്ക് വൈ ബാർ കിട്ടും. അപ്പോൾ വൈ ബാറിൻ്റെ എത്ര വരിക? സം ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 59.83 ആണ്, ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 9.97 ആണ് കിട്ടുക. അതുപോലെ എക്സ് ബാർ വേണം. എന്താ എക്സ് ബാർ? നമുക്കറിയാൻ പറ്റും, മീൻ ഓഫ് എക്സ് വേരിയബിൾ. മീൻ ഓഫ് എക്സ് വേരിയബിൾ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിൻ്റെ എല്ലാം കൂടെ സം എടുക്കുക. അത് 59.74 ആണ്, ഡിവൈഡ് ബൈ n ദാറ്റ് ഈസ് 6. അപ്പോൾ 9.96 കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഫോമുല പഠിച്ചു അല്ലേ, ആൽഫ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? ആൽഫ ഈക്വൽ ടു അല്ലേ വൈ ബാർ മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് ബാർ. ഓക്കെ, ആ ഫോമുല നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ വൈ ബാർ എത്രയാണ്? 9.97 നമ്മൾ നേരത്തെ കിട്ടി, മൈനസ് ഓക്കെ. പിന്നെ എന്താണ് അടുത്ത വാല്യൂ വേണ്ടത് നമുക്ക്? കോറിലേഷൻ കോഎഫിഷ്യൻ അല്ലേ, സോറി ബീറ്റയുടെ വാല്യൂ എത്രയാണ്? 0.66 ബീറ്റ ഇൻറ്റു, അപ്പോൾ 0.66 ഇൻറ്റു എക്സ് ബാറിൻ്റെ വാല്യൂ എത്രയാണ്? 9.96. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.45 ദാറ്റ് ഈസ് ആൽഫ വാല്യൂ. ഇതിനെ റെസിഡ്യുവൽ റിസ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റിഗ്രഷൻ മെത്തേഡിലൂടെ നമുക്ക് ബീറ്റയുടെ കാൽക്കുലേഷൻസ് വരും. ഓക്കെ, ഈ ഫോമുലയും അതുപോലെ തന്നെ ടേബിളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോമുല പഠിച്ചു വയ്ക്കുക. അതിനനുസരിച്ച് ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മാർക്കറ്റ് റിട്ടേൺ തന്നിരിക്കുന്ന കേസിൽ നമ്മൾ എപ്പോഴും അതിനെ എന്തായിട്ട് എടുക്കണം? എക്സ് വേരിയബിളായിട്ട് എടുക്കണം. ഓക്കെ, സ്റ്റോക്ക് റിട്ടേൺ തന്നിരിക്കുന്ന സമയത്ത് അതിനെന്തായിട്ട് എടുക്കണം? വൈ വേരിയബിളായിട്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. അതല്ലാതെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസും വാല്യൂസൊക്കെ തെറ്റിപ്പോകും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ബീറ്റ വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ്. ഓക്കെ, നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 17 മന്ത്ലി റിട്ടേൺ ഓഫ് സിപ്ല സ്റ്റോക്ക് ആൻഡ് BSE ഇൻഡെക്സ് അല്ലേ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കോറിലേഷൻ മെത്തേഡിലൂടെയും റിഗ്രഷൻ മെത്തേഡിലൂടെയും ചെയ്ത് നോക്കുക. ക്ലിയർ? 12 മാസത്തെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് എഴുതിയെടുത്തിട്ട് ക്ലിയർ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കാണാം. സിപ്ല സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് തന്നിട്ടുണ്ട്, BSE ഇൻഡെക്സിൻ്റെ റിട്ടേൺ തന്നിട്ടുണ്ട്. മൈനസ് ഫിഗർ വരുമ്പോൾ അതെന്താ? നെഗറ്റീവ് റിട്ടേൺ, ലോസ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാല്യൂ സമ്മേഷനൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഫിഗർ എല്ലാം ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? മൈനസ് ഫിഗർ മൈനസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ അതിൻ്റെ വാല്യൂസൊക്കെ ടേബിൾ രൂപത്തിൽ ആദ്യം ചെയ്ത് എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. കോറിലേഷൻ മെത്തേഡിലും കണ്ടുപിടിക്കുക, റിഗ്രഷൻ മെത്തേഡിലും കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ, കോറിലേഷൻ മെത്തേഡിലൂടെ ചെയ്താലും റിഗ്രഷനിലൂടെ ചെയ്താലും ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ തെറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ റീ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും മെഷർമെൻറ്റ്, അതായത് ഇവിടെ നമ്മൾ നോക്കിയത് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചാണ്, അതിലുള്ള ബീറ്റയെ കുറിച്ചാണ്, ബീറ്റയുടെ കാൽക്കുലേഷനെ കുറിച്ചാണ്. ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.